പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ സർവകലാശാലയും ഒരുപാട് നിയമയുദ്ധം നടക്കുന്നതായി പ്രേക്ഷകർക്കറിയാം. KTU ഡിജിറ്റൽ താൽക്കാലിക VC നിയമനത്തിൽ ഇപ്പോൾ ഗവർണർക്ക് തിരിച്ചടി എന്നൊരു വാർത്ത വരുന്നു. VC നിയമനം സർക്കാർ പാനലിൽ നിന്ന് തന്നെ വേണം, അത് താൽക്കാലിക VC ആണെങ്കിൽ പോലും. സർവകലാശാല നിയമമനുസരിച്ച് VC-മാരെ നിയമിക്കണമെന്ന ഇടക്കാല ഉത്തരവിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശം. സർക്കാർ പാനലിൽ ഉൾപ്പെട്ടാൽ മാത്രം നിലവിലെ VC-മാരെ വീണ്ടും നിയമിക്കാം. ശ്യാം ദേവരാജുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്യാം ദേവരാജ്, സുപ്രീം കോടതി വിധി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഗവർണർക്ക് തിരിച്ചടിയാണ് സുപ്രീം കോടതി വിധി എന്നാണ്. സർക്കാർ പാനൽ ഉൾപ്പെട്ടാൽ മാത്രം സിസ തോമസിനും ശിവപ്രസാദിനും പുനർനിയമനം നൽകാം. അതല്ലെങ്കിൽ സർക്കാരിന്റെ പാനൽ നൽകുന്ന പട്ടികയിൽപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് മാത്രമല്ലേ ഗവർണർക്ക് നിയമിക്കാൻ കഴിയൂ? ശ്യാം ദേവരാജ്. ഡോക്ടർ അരുൺ, അങ്ങനെ തന്നെയാണ്. സാങ്കേതിക സർവകലാശാല നിയമത്തിന്റെ 13(7) വകുപ്പ് അനുസരിച്ചും ഒപ്പം ഡിജിറ്റൽ സർവകലാശാലയുടെ 11(10) വകുപ്പ് അനുസരിച്ചുമാണ് ഈ നിയമനം നടത്തേണ്ടതെന്നാണ് ഇടക്കാല ഉത്തരവിൽ സുപ്രീം കോടതി വ്യക്തമാക്കുന്നത്. അതനുസരിച്ച് സർക്കാർ തന്നെയാണ് പാനൽ നൽകേണ്ടത്. ഈ രണ്ട് വകുപ്പുകളിലും നിർവചിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് വേണം ഗവർണർ, ചാൻസലർ താൽക്കാലിക VC-മാരെ തെരഞ്ഞെടുക്കാൻ എന്ന കാര്യമാണ്. സർക്കാർ നൽകുന്ന ഇതിൽ നിന്നാണ് KTU-ലെയും ഡിജിറ്റൽ താൽക്കാലിക VC-മാരുടെ നിയമനം നടത്തേണ്ടത്. അതായത് ഈ സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവനുസരിച്ച് ചാൻസലർക്ക് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നിന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നും ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടി ഏറ്റിരിക്കുന്നു എന്ന കാര്യം തന്നെയാണ്. അതായത് നിലവിൽ സർക്കാർ നൽകുന്ന പാനലിൽ ഈ ഡോക്ടർ സിസ തോമസും ഡോക്ടർ A ശിവപ്രസാദും ഉൾപ്പെടില്ല എന്ന കാര്യം തീർച്ചയാണ്. കാരണം അവർ രണ്ടുപേരും ഗവർണർക്ക് അനുകൂലമായ നിലപാടെടുത്ത ആളുകളാണ്. അതിനപ്പുറത്തേക്ക് സർക്കാർ നേരത്തെ നൽകിയ പാനലിലും ഇവർ രണ്ടുപേർ ഉൾപ്പെട്ടിരുന്നില്ല. അതിന് പുറത്ത് നിന്നാണ് ഗവർണർ സ്വന്തം നിലയ്ക്ക് ഈ രണ്ട് സിസ തോമസിനെയും ശിവപ്രസാദിനെയും ഒഴിവാക്കി സർക്കാർ ഒരു പുതിയ പാനൽ നൽകും. ആ പാനലിൽ നിന്ന് ഗവർണർക്ക് ആരെ വേണമെങ്കിലും നിയമിക്കാം. അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയാണ് ഈ ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. അതായത് സുപ്രീം കോടതി ഇതിൽ വ്യക്തമാക്കുന്നത് സർവകലാശാലയുടെ നിയമം എന്താണോ, ഡിജിറ്റൽ സർവകലാശാലയുടെയും KTU-വിന്റെയും നിയമം എന്താണോ അതിനനുസരിച്ച് വേണം നിയമനം നടത്താനെന്നാണ്. ആ നിയമത്തിൽ പറയുന്നത് സർക്കാർ പാനലിൽ നിന്ന് വേണം നിയമനം നടത്താൻ, താൽക്കാലിക VC-മാരുടെ നിയമനം നടത്താൻ എന്ന കാര്യമാണ്. സർക്കാർ നേരത്തെ എന്ത് വാദമാണോ ഉന്നയിച്ചത് അതിനനുസൃതമായി തന്നെയാണ് കോടതിയും സുപ്രീം കോടതിയും നിലപാടെടുക്കുന്നത്. ജസ്റ്റിസുമാരായ JB പാർഡിവാല ഒപ്പം R മഹാദേവൻ എന്നിവരിൽ ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധിന്യായം പുറത്തു വരുമ്പോഴാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. സിസ തോമസും ശിവപ്രസാദും VC-മാരെന്ന നിലയിൽ പുറത്താകുമെന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. സുപ്രീം കോടതി വിധിയിലാണ് വളരെ വ്യക്തമായി ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി സർക്കാർ പാനലിൽ ഇവർ ഉൾപ്പെടാനുള്ള സാധ്യതയില്ല. ഇവർ രണ്ടുപേരും ഉൾപ്പെടുന്നില്ലെങ്കിൽ ഇവരെ ഇനി തിരിച്ച് ഗവർണർക്ക് നിയമിക്കാനും സാധ്യമാവില്ല. ഗവർണറുടെ സർവകലാശാലയുമായി ബന്ധപ്പെട്ട കളി ഇവിടെ അവസാനിക്കുന്നു.